പിന്നൊന്ന് അവരുടെ റുട്ടീനിൽ വരുന്നതാണ് സ്ലീപ്പ്. പലപ്പോഴും നാപ്പ് ഉണ്ടാവും. ഈ 2 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം നാപ്പ് ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ ഒരു നാപ്പ് എടുക്കുന്നുണ്ടാവില്ല, ഉച്ച കഴിഞ്ഞത്തെ നാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മുടക്കല്ലേ. നമ്മുടെ കിഴക്കേലെ അപ്പച്ചി വരുന്നുണ്ട്, കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന. അവരൊന്ന് വന്നിട്ട് കൊച്ചിനെ കാണിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു വെച്ചാൽ അവർ വരുമ്പോഴത്തേനും ഈ ഉറങ്ങാൻ പറ്റാത്ത കുഞ്ഞ് പ്രാന്ത് പിടിച്ച് അവരെ കാറി കൂവി ബഹളമാക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ അപ്പച്ചിയെ കാണിക്കാനും കുഞ്ഞമ്മയെ കാണിക്കാനും ഒന്നും കുഞ്ഞുങ്ങളുടെ റുട്ടീൻ മാറ്റി വെക്കരുത്. അവർക്ക് ഉറങ്ങിയില്ലെങ്കിൽ അവർ ഓവർ ടയേർഡാവും. ഓവർ ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല. ഭയങ്കരമായിട്ട് ടയേർഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല. അതുകൊണ്ട് ആ ഉറങ്ങുന്ന സമയത്ത് തന്നെ കൊച്ചിനെ ഉറക്കുക. ആ അപ്പച്ചി കുറച്ച് നേരം ഇരുന്നോളൂ, അത് കഴിഞ്ഞ് അപ്പച്ചിയെ നമുക്ക് കുഞ്ഞിനെ കാണിക്കാം. അതുകൊണ്ട് കുഞ്ഞിനെ ഉറങ്ങേണ്ട സമയത്ത് അപ്പച്ചിയോട് വരരുതെന്ന് പറ, അല്ലെങ്കിൽ അപ്പച്ചി ഉറങ്ങുന്ന കുഞ്ഞിനെ കാണിച്ചാൽ മതി. ആ കൊച്ചിനെ അങ്ങടെ കിടത്തി ഉറക്ക്, അതൊന്ന് ഉറങ്ങിക്കോട്ടെ. അവർക്ക് ഈ എനർജി എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് അവർക്കൊരു സെറ്റ് ഇതുണ്ട്, ഈ ബോഡി ക്ലോക്ക് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അവർക്ക് ആ നാപ്പ് മിസ്സായി കഴിഞ്ഞാൽ അവർ ഓവർ ടയേർഡാവും. പിന്നെ ഇനി നമ്മൾ ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തുമില്ല. ആ ഉള്ള ഉറക്കം പോവുകയും ചെയ്തു, ആകെ ജഗ പോകാം. അതുകൊണ്ട് ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കരുത്. പ്രത്യേകിച്ച് 2 വയസ്സുള്ള പിള്ളേരോട് അവർക്ക് കിടന്നുറങ്ങാനുള്ളപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കണം. അപ്പച്ചിയും കുഞ്ഞമ്മയൊക്കെ പിന്നാണേലും വരും.